ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിലെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പൊയ്കയിൽ യോഹന്നാൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും മാക്സിമം പീസ് ചോദിച്ചിട്ടുള്ള എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇരവിപ്പേരൂർ, പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂരിലാണ് ആരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്? പൊയ്കലി യോഹന്നാൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നൊക്കെയാണ് അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. കുമാരൻ അല്ലെങ്കിൽ കൊമാരൻ എന്ന പേരിലാണ് അദ്ദേഹം ബാല്യകാലത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പുലയൻ മത്തായി, അതുപോലെ തന്നെ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. പുലയൻ മത്തായി, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാനാണ്. ആ വർഷം ഓർത്തുവെക്കുക, 1909 അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വസ്തു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അടിലഹളക്ക് നേതൃത്വം നൽകിയ വിപ്ലവകാരി ആരാണ്? അത് പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹളക്ക് നേതൃത്വം നൽകിയ വിപ്ലവകാരി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണെന്നത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ, ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കലി യോഹന്നാൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1921 1931 അദ്ദേഹത്തെ ഏതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏലിയാസ് ചാവറയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ജനിച്ച വർഷം 1805 ആണ്. 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിക്കുന്നത്. ആ വർഷം ഓർത്തു വെക്കണം. ഈ വർഷം എടുത്ത് സ്പെസിഫിക് ആയി പറയുന്നത് അത് ചോദിച്ചത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് ആ വർഷം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കൈനഗരി, ആലപ്പുഴ ജില്ലയിലാണ് കൈനഗരി. അപ്പോൾ അതും ഓർത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാനാനത്ത് സ്ഥാപിച്ച ഒരു പ്രസ് ഉണ്ട്. അതിൻ്റെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. അദ്ദേഹം മാനാനത്ത് സ്ഥാപിച്ച പ്രസ് ഏതാണ്? സെന്റ് ജോസഫ് പ്രസ്സാണ്. അതും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണത്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് ഏത്? സെന്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വസ്തുത അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഏലിയാസ് ചാവറയാണ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. അതുപോലെ തന്നെ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതും കൃത്യമായിട്ട് ഓർക്കണം. അതുപോലെ തന്നെ 2014 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. 2014 ചാവറയെ ഏതായിട്ട് പ്രഖ്യാപിക്കുന്നത്? വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രത്യേകം ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്നതോടെ തന്നെ മാനാനം എന്ന് പറയുന്ന സ്ഥലത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്നത്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ത്? CMI എന്ന് പറയുന്നത്. CMIയുടെ സ്ഥാപകൻ, അതായത് CMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംപ്ലറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കാംപ്ലറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ CMI സഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. വർഷം 1831 അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ധ്യാനസല്ലാപങ്ങൾ, അതുപോലെ തന്നെ അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്വം,
അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്യം, അതുപോലെ തന്നെ ധ്യാന സല്ലാപങ്ങൾ, ദെൻ ആത്മാനുപാതം. അപ്പോൾ ഈ 3 കൃതികളാണ് PSC ഇതുവരെ അദ്ദേഹത്തിന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ധ്യാന സല്ലാപങ്ങൾ, അതുപോലെ തന്നെ അനസ്തേഷ്യയുടെ രക്തസാക്ഷിത്യം, അതുപോലെ തന്നെ ആത്മാനുതാപം. ഓക്കെ, ഈ 3 പ്രധാനപ്പെട്ട കൃതികൾ കൃത്യമായിട്ട് ഓർക്കണം. ദെൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് MK സാനുവാണ് ആ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. ആരാണ് എഴുതിയത്? MK സാനു. ഓക്കെ, ഇതാണ് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ചേരനെല്ലൂരാണ്. എറണാകുളം ജില്ലയിലെ ചേരനെല്ലൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ബാല്യകാല നാമമാണ് ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹം ബാല്യകാല നാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നെ സംഘടനയാണ് അരയ സമാജ് സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൊച്ചിൻ പുലയ മഹാ സ്ഥാപിച്ചത് അതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ അതുപോലെ തന്നെ വാലസമുദായ പരിഷ്കരണ സഭ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ദെൻ കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവര. ഏതൊക്കെയാണ്? കല്യാണ ദായിനി സഭ കൊടുങ്ങല്ലൂര്, അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭ തേവര. അപ്പോൾ ഇത്രയും ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പിന്നെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ദെൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരെയും തൊട്ടുകൂടായ്മക്കെതിരെയും വിമർശിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ കൃതി എതെന്ന് ചോദിച്ചാൽ അത് ജാതിക്കുമ്മിയാണ്. ജാതി വ്യവസ്ഥക്കെതിരെയും തൊട്ടുകൂടായ്മക്കെതിരെയും പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ഏതാണ്? പിന്നെ ജാതിക്കുമ്മിയാണെന്ന് ഓർക്കുക. മറ്റു കൃതികൾ ഏതൊക്കെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒന്ന് ജാതിക്കുമ്മി, അതുപോലെ തന്നെ ബാലാകലേശം, ശകുന്തളം വഞ്ചിപ്പാട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പിന്നെ ജാതിക്കുമ്മി, ബാലാകലേശം, ശകുന്തളം വഞ്ചിപ്പാട്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് അദ്ദേഹം കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. അതുപോലെ തന്നെ കവി തിലകൻ എന്നറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കവി തിലക പട്ടം നൽകിയതാരാണ്? കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനെ പിന്നെ കൊച്ചി മഹാരാജാവ് വിശേഷിപ്പിച്ചത് സാഹിത്യ നിപുണൻ എന്നാണ് വിശേഷിപ്പിച്ചത് സാഹിത്യ നിപുണൻ. പിന്നെ അതുപോലെ തന്നെ വിദ്വാൻ എന്ന സ്ഥാനപ്പേരുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളവർമ്മ വലിയക്കോയി തമ്പുരാനാണ് ഇത് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ദെൻ പിന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷമാണ് 1925. തുടർച്ചയായി 3 വർഷമാണ് അദ്ദേഹം പിന്നെ കൗൺസിൽ അംഗമായിട്ടുള്ളത്. 1925 അദ്ദേഹം ആദ്യം അംഗമായി മാറുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. അദ്ദേഹത്തിന്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഓർക്കണം. 2018 ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്തോത്രമന്ദാരം. അപ്പം 4 കൃതികളായി ജാതിക്കുമ്മി, സ്തോത്രമന്ദാരം, അതുപോലെ തന്നെ ശാകുന്തളം വഞ്ചിപ്പാട്ട്, ബാലാകലേശം. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് സഭകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ പൽപുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം എന്തായിരുന്നു? കുട്ടിയപ്പി എന്നായിരുന്നു കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കുട്ടിയപ്പി എന്നായിരുന്നു അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ഈയവ സഭ രൂപീകരിച്ചത് ആരാണ്? അത് ഡോക്ടർ പൽപ്പുവാണ് ഈയവ സഭ രൂപീകരിച്ചത്. വർഷം ഓർത്തു വെക്കുക, 1896 അദ്ദേഹം ഈയവ സഭ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, കൃത്യമായിട്ട് ഓർക്കണം. അതുപോലെ തന്നെ 1896
പിന്നെ ഈയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ച വ്യക്തി ആരാണ്? അതും ഡോക്ടർ പൽപ്പു ആണ്. മലയാള മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദെൻ ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? അത് ശ്രീമൂലം തിരുനാളിനാണ്. ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ് ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ അപ്പം ഈ 1896 ഒന്നാം ഈയവ മെമ്മോറിയലാണ്. ദെൻ രണ്ടാം ഈയവ മെമ്മോറിയലിന് പിന്നെ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കൈസൺ പ്രഭുവിനാണ്. രണ്ടാം ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കൈസൺ പ്രഭുവിനാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ദെൻ അതുപോലെ തന്നെ ഈയവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈയവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. റിട്ടി ലൂക്കോസ് ആണ് അദ്ദേഹത്തെ ഈയവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? അതും ഡോക്ടർ പൽപ്പു ആണ്. സരോജിനി നായിഡു ആണ് അത്തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ഈയവ സഭ സ്ഥാപിച്ചു, അതുപോലെ തന്നെ നിശബ്ദനായ വിപ്ലവകാരിയാണ്, അതുപോലെ തന്നെ ഈയവരുടെ രാഷ്ട്രീയ ഗുരു പിന്നെ സ്ഥാപിച്ച വർഷം പറഞ്ഞ 1896 ഒന്നാം ഈയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് പിന്നെ ശ്രീമൂലം തിരുനാളിലാണ്. അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ മൂന്നാമത് ഒപ്പുവെച്ചതാരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ്. രണ്ടാം മെമ്മോറിയൽ പിന്നെ സമർപ്പിക്കപ്പെട്ടത് കൈസൺ പ്രഭുവിനാണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ദെൻ അതുപോലെ തന്നെ പിന്നെ SNDPയുടെ ഫസ്റ്റ് പ്രസിഡന്റ്, SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണ്. ദെൻ അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പിന്നെ ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റർ ഈയവ അസോസിയേഷൻ. ഗ്രേറ്റർ ഈയവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണെന്ന് ഓർക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പൽപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം. ഓക്കെ. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 അദ്ദേഹം ജനിച്ചത്. മരണപ്പെടുന്നത് 1928 അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അത് എത്ര വയസ്സായിരുന്നു? 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു കാര്യം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ദെൻ അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്? ചെമ്പയന്തിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ആ സ്ഥലം കൃത്യമായിട്ട് ഓർത്തിരിക്കണം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭവനം വയൽവാരം വീടാണ് അദ്ദേഹത്തിൻ്റെ ഭവനം എന്ന് പറയുന്നത്. അതും ഓർത്തു വെക്കുക. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാണു ആശാൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? ശ്രീനാരായണ ഗുരു ആയിരുന്നു. അപ്പോൾ ചെമ്പയന്തിയിൽ ജനനം 1856 നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? ജി ശങ്കരക്കുറിപ്പാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം അത് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരി 1927 അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് മൂർക്കോത്ത് കുമാരാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്നെ ബയോഗ്രഫി എഴുതിയതാരായിരുന്നു? ജീവചരിത്രം എഴുതിയതാരായിരുന്നു? മൂർക്കോത്ത് കുമാരാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവചരിത്രം എഴുതിയത്. ഓക്കെ. ദെൻ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത്. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ PSC ചോദിച്ചിട്ടുള്ള കൃതികൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അത് അദ്ദേഹം സമർപ്പിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ് അത് സമർപ്പിക്കുന്നത്. ഓക്കെ. ദെൻ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പിന്നെ കൃതികൾ അതൊക്കെ നമുക്ക് നോക്കാം. ദെൻ ധർമ്മം അതുപോലെ തന്നെ ദൈവദശകം, ശിവശതകം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ധർമ്മം, ദൈവശതകം, ശിവശതകം, അതുപോലെ തന്നെ ദർശനമാല, ആത്മോപദേശ ശതകം, ശതകം, ജാതി മീമാംസ, നവമഞ്ജരി, അതുപോലെ തന്നെ നവമഞ്ജരി, അതും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ദെൻ അതുപോലെ തന്നെ ഗുരു എന്ന നോവൽ എഴുതിയതാരാണ്? K. സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ എഴുതിയതാരാണ്?
കെ സുരേന്ദ്രനാണ്. അതും ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള എല്ലാ കൃതികളും ഞാൻ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം SNDP രൂപീകരിച്ചത് അല്ലെ, ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. അത് രൂപീകരിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വർഷം 1903 മെയ് 15. ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സംഘടന ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ശ്രീനാരായണ ഗുരു SNDP രൂപീകരിച്ച വർഷം എന്നാണ് 1903 മെയ് 15 അദ്ദേഹം അത് രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാനായിരുന്നു ആദ്യ സെക്രട്ടറി. ഇതിൻ്റെ പ്രസിഡന്റ് ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആജീവനാന്ത പ്രസിഡന്റും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? വാവൂട്ട് യോഗം. മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ് മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. കൃത്യമായിട്ട് ഓർക്കണം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ SNDPയുടെ ആദ്യ യോഗം നടക്കുന്നത് അരുവിപ്പുറത്താണ്. അതും ഓർത്ത് വെക്കുക. SNDPയുടെ ആദ്യ യോഗം നടക്കുന്ന എവിടെയാണ്? അരുവിപ്പുറത്താണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത്, അതായത് ശ്രീനാരായണ ഗുരു ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം എന്നാണ് 1887 അരുവിപ്പുറത്താണ് അത് എന്ത് ചെയ്യുന്നത്, പണി കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888 87 ക്ഷേത്രം പണി കഴിപ്പിക്കുന്നു. 88 എന്ത് ചെയ്യുന്നു, അവിടെ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്ന വർഷം 1913. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്ന വർഷം എന്നാണ് 1913. അതും എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരുപാട് വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈയവ ശിവനെയാണെന്ന് പറഞ്ഞാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈയവ ശിവനെയാണെന്ന് പറഞ്ഞാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് മറ്റു വചനം എന്ത് നോക്കാം. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പ്രസ്താവിച്ച ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ജാതി മീമാംസ എന്ന പുസ്തകത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള വചനം അദ്ദേഹം പറയുന്നത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഗതി അദ്ദേഹം നമ്മൾ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച 1913. അതുപോലെ തന്നെ ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്തിയ വർഷം 1924. സർവ്വമത സമ്മേളനം അദ്ദേഹം വിളിച്ചു കൂട്ടും. അതും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? കളവങ്കോട് ക്ഷേത്രം. കളവങ്കോട് ക്ഷേത്രത്തിലാണ് അദ്ദേഹം നടത്തുന്നത്, കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സിനിമ, ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. അബൂബക്കറാണ്. P.A. അബൂബക്കറാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമ സംവിധാനം ചെയ്തത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തെന്താണ്? ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? P.A. അബൂബക്കറാണ്. അതായത് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള സിനിമയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ പേര് എന്താണ്? ശ്രീനാരായണ ഗുരു എന്നായിരുന്നു. അത് P.A. അബൂബക്കറാണ്. 1985 ആ പടം സംവിധാനം ചെയ്യുന്നത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ യുഗപുരുഷൻ നിങ്ങൾക്കറിയാം, അത് സംവിധാനം ചെയ്തത് R. സുകുമാരനായിരുന്നു. യുഗപുരുഷൻ സംവിധാനം ചെയ്തത് R. സുകുമാരനായിരുന്നു. അതും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു സംഗതി പറഞ്ഞാൽ യുഗപുരുഷൻ എന്ന സിനിമയിലെ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? തലൈവാസൽ വിജയ് ആയിരുന്നു അത് അഭിനയിച്ചത്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചതാരാണ്? തലൈവാസൽ വിജയ് ആയിരുന്നു. അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്തൊക്കെ നോക്കാം നമുക്ക്. SNDP നമ്മൾ പറഞ്ഞു. SNDPയുടെ ഒരു മുഖപത്രമാണ് വിവേകോദയമാണ് അതിൻ്റെ മുഖപത്രം. 1904 അത് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നോക്കാം.
മറ്റു സംഗതികൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു പിന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? അതും ശ്രീനാരായണ ഗുരു ആണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, അതും ശ്രീനാരായണ ഗുരു ആണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി, അതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇനി മറ്റു സംഗതികൾ എന്തൊക്കെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പിന്നെ ചില കണ്ടുമുട്ടലുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കണ്ടുമുട്ടലുകൾ അത് നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് പരിചയപ്പെടാം. ഓക്കെ. ശ്രീനാരായണ ഗുരു പിന്നെ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882 1882 ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. പിന്നെ ശ്രീനാരായണ ഗുരു പിന്നെ രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916 രമണ മഹർഷിയെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ആ വർഷം ഓർത്ത് വെക്കണം, അത് ചോദിച്ചിട്ടുണ്ട് PSC. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം അതും ഓർത്ത് വെക്കണം, 1922 നവംബർ 22. ഓക്കെ. നവംബർ 22 ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? അത് ശ്രീലങ്കയാണ്. അതും കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ദെൻ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918 1918 അദ്ദേഹം പിന്നെ ശ്രീലങ്ക സന്ദർശിക്കുന്നത്. ദെൻ അതുപോലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ശ്രീനാരായണ ഗുരു പിന്നെ ടാഗോറിനെ കണ്ടുമുട്ടിയ സ്ഥലം ചോദിക്കാറുണ്ട്. അത് എവിടെയാണ്? ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ദെൻ പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരുവിൻ്റെ ശിഷ്യന്മാരാരൊക്കെയായിരുന്നു? ഒന്ന് സ്വാമി സത്യാവർത്തം, രണ്ടാമത്തത് കൊടുക്കോയിക്കൽ വേലായുധനും സ്വാമി സത്യാവർത്തമായിരുന്നു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരിയാണ്. 1928 സെപ്റ്റംബർ 20 അദ്ദേഹം മരണപ്പെടുന്നത്. അതും കൃത്യമായിട്ട് എന്താ ഓർക്കുക, അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതോടുകൂടി ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു.